ഹലോ അപ്പെന്ന് വന്നിരിക്കുന്ന കുറച്ച് സിനിമ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് നിമിഷം ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുദീപ് ചാനൽ. ആദ്യ കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ദിലീപ് ഏട്ടൻ സിദ്ദിഖ് അഭിനയിച്ച നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഫീൽ ഗുഡ് സിനിമേന്റെയാണ്. സിനിമയുടെ കളക്ഷൻ നമുക്ക് പരിശോധിക്കാം. 33 ദിവസമായിരിക്കാണ് പടം തിയേറ്റർ റിലീസിന് വന്നിട്ട്. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 17.11 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്ന നിലവില്. സിനിമ നല്ലൊരു ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയിരിക്കുകയാണ്. ദിലീപിന്റെ പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് വീണ്ടും. എന്തായാലും അത് ഇതിന് കഴിഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വോയിസ് ഓഫ് സത്യനാഥൻ ആയിരിക്കും. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഹിറ്റ് സിനിമ വരുന്നത്. അതിനുശേഷം കുറെ സിനിമ ഒന്ന് തങ്കമണി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഫ്ലോപ്പ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പവി കേട്ടേക്കറും ഒരു ഫ്ലോപ്പായി മാറുകയായിരുന്നു ബോക്സ് ഓഫീസിലെ. എന്തായാലും രണ്ടാമത്തെ സിനിമയാണ് നമ്മുടെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ. ടൊവിനോ തോമസിന്റെ ശരിക്കും നടന്ന ആസ്പദമാക്കി വരുന്ന ഒരു കഥ തന്നെയായിരുന്നു നരിവേട്ട എന്ന് പറഞ്ഞ പടം. പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 19 ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ 16 കോടി അതുപോലെ തന്നെ 35 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നല്ല റെസ്പോൺസ് ഉള്ള സിനിമയ്ക്ക് ഇപ്പോഴും കളക്ഷന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കയറാനുണ്ട്. എന്നാൽ പോലും പടത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ സിനിമ വലിയ രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചറിൽ എൻട്രി ചെയ്തു എന്ന് പറയാൻ സാധിക്കും നമുക്ക്. അടുത്ത സിനിമയാണ് നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ സിനിമ. ഒരു സൂപ്പർ ഹിറ്റ് ആയി മാറിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ. ആ സിനിമ റിലീസിന് വന്നിട്ട് 34 ദിവസമായിരിക്കുകയാണ്. ജൂൺ 10 മുതൽ നമ്മുടെ ജിയോ സ്റ്റാറിലും സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 12 കോടി 50 ലക്ഷമാണ് നിലവിലെ സിനിമയുടെ 34 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന് അണ്ടറിൽ വരുന്ന സിനിമയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമ നിലവിൽ 19 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 4.72 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് നിലവില്. എന്തായാലും പടത്തിന്റെയും OTT റിലീസ് അപ്ഡേറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് അനൗൺസ്മെന്റ്. മറ്റൊരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന നമ്മുടെ ആസിഫ് അലി പടം. ആസിഫ് അലി പടം 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 3 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസില്. സിനിമ ഒരു നല്ലൊരു ഹോൾഡ് ലഭിക്കുന്നുണ്ടോ ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ്. എന്തായാലും പടം കണ്ടുവരണമെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. മറ്റൊരു ഉലക നായകൻ കമൽഹാസൻ പടമാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വൻ കോമഡിയാണ്. 6 ദിവസം കൊണ്ട് 2 കോടി 52 ലക്ഷമാണ് സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തിലോട്ട് സിനിമ എൻട്രി ചെയ്യാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ കളക്ഷനായിട്ട്. മറ്റൊരു സിനിമയാണ് ചോട്ട മുംബൈന്റെ 4K വേർഷൻ. വീണ്ടും റിലീസിന് വന്ന സിനിമയുടെ കളക്ഷൻ നോക്കാം നമുക്ക് 5 ദിവസത്തെ. ഓൾമോസ്റ്റ് 2.38 കോടിയുടെ മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ റിലീസിന് വന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കാണാൻ സാധിച്ചത്. അതും വർക്കിംഗ് ഡേയ്സിൽ ഈ സിനിമകളെ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും പുതിയ സിനിമകൾ കാണുന്നതിനേക്കാളും പ്രേക്ഷകർ കൂടുതലുള്ളത് വീണ്ടും റിലീസ് ചെയ്ത സിനിമകൾ കാണാനായിട്ടാണ്. എന്തായാലും ഇതുപോലെ സിനിമകൾ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കേരള തിയേറ്ററുകളിൽ. എന്തായാലും കാത്തിരിക്കുന്ന മറ്റ് സിനിമകളിലെയും കൂടുതൽ കളക്ഷൻ നിമിഷം ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുദീപ് ചാനൽ.